സ്നേഹത്തോട് കാര്യങ്ങളൊക്കെ സംസാരിക്കാം. ഇന്നത്തെ വിഷയം ഇസ്ലാമിലെ വലത് കൈ ഉടമപ്പെടുത്തിയ സ്ത്രീകൾ ആരാണ്, അത് എന്തിനാണ്? ഇത് നമ്മൾ പഠിക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. സ്വസ്ഥമായിട്ട് ഓരോ വീട്ടിലും ഒക്കെ താമസിച്ചുകൊണ്ടിരുന്ന പെണ്ണുങ്ങളെയൊക്കെ വലത്തെ കൈ ഉപയോഗിച്ച് പിടിച്ചോണ്ട് ഇഞ്ഞ് പോരുക. എന്നിട്ട് പറയും വലത് കൈ ഉടമപ്പെടുത്തിയാണ്. അന്യന്റെ സ്വത്താണെങ്കിലും നമ്മൾ വലത്തെ കൈ കൊണ്ട് പിടിച്ചാൽ നമ്മുടേതാവും. അങ്ങനത്തെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഒരവസരം കിട്ടിയാൽ ഇനിയും അങ്ങനെ വരും, സംശയമൊന്നുമില്ല. അതെന്താണ്, അതെങ്ങനെയാണ്, എന്തിനാണെന്നുള്ളതാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ആർക്കെങ്കിലും ഇതിനെക്കുറിച്ച് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ കയറി വരാം. ആധികാരികമായിട്ട് സംസാരിക്കാൻ നമ്മുടെ അധ്യാപകർ വരുമ്പം തെളിവ് സഹിതം വെച്ച് സംസാരിക്കും. അല്ലാത്ത പക്ഷം നമുക്കല്ലാതെ പൊതുവായുള്ള കാര്യം സംസാരിക്കാം. കയറി വന്നാട്ടെ. ഓക്കെ ഓക്കെ. ഇവിടെ ഇസ്ലാമിലെ വലത് കൈ ഉടമപ്പെടുത്തിയ സ്ത്രീകൾ എന്നാണ് വിഷയം. അതിൽ ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങൾ പറയുന്നത് വെച്ചാൽ, ഇസ്ലാം ശരിക്കും യുദ്ധത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീകളെ സംബന്ധിച്ചാണ് ഇത് പറയുന്നത്. പക്ഷെ അവിടെ തന്നെ ഉറങ്ങിക്കിടക്കുന്ന സ്ത്രീകളെ പിടിച്ചുകൊണ്ടുവന്നു എന്നതല്ല, മറിച്ച് യുദ്ധവുമായി ബന്ധപ്പെട്ട് യുദ്ധം ചെയ്യുമ്പോൾ കിട്ടിയ സ്ത്രീകളെയാണ് പിടിച്ചുകൊണ്ട് വരുന്നത്. അപ്പം അതാണ് പിന്നെ അവിടെ എന്ന് വെച്ചാൽ അടിമയാക്കാതെ വേറെ നിവർത്തിയില്ല. കാരണം അടിമ വ്യവസ്ഥ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ മുസ്ലിങ്ങളെയും അവർ അടിമയാക്കും. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇവിടെയും നമുക്ക് അടിമയാക്കേണ്ടി വരും. അതാണ് അന്നത്തെ ഒരു വ്യവസ്ഥിതി. അപ്പം ആ സമയത്ത് സ്ത്രീകളെ അടിമയാക്കുന്നു എന്നുള്ളതാണ്. അന്നേരം ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, അന്നേരം ഈ ഭർത്താക്കന്മാരോട് അങ്ങ് അടിമയാക്കിയാൽ പോരായിരുന്നു? എന്തിനാ അവരെ വെട്ടിക്കൊല്ലാൻ പോയെ? ഈ അനാഥമാക്കിയിട്ട് അടിമയാക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? ഭർത്താക്കന്മാരാണല്ലോ എടുക്കുമല്ലോ അവരെ. എന്തുവായാലും ആൾബലം ഉള്ളവരല്ലേ ജയിക്കുന്നത്. അന്നേരം അവരെ അടിമയായിട്ട് കൊണ്ടുവന്നാ പോരായിരുന്നു? എന്തിനാ അവരെയും വെട്ടിക്കൊന്നിട്ട് ഒരു ഇത് കാണിക്കുന്നേ? അതാ ചോദിക്കുന്നത്. യുദ്ധത്തില് പിന്നെ കൊല്ലുമല്ലോ, പിന്നെ യുദ്ധത്തിൽ തലോടാൻ പോകുന്നില്ലല്ലോ. യുദ്ധത്തില് അവരിങ്ങോട്ടും കൊല്ലുമല്ലോ. അപ്പൊ പിന്നെ സ്വാഭാവികമായിട്ടും യുദ്ധം എന്ന് പറയുമ്പോൾ അങ്ങനെ തന്നെയാണ്. 2 വർഷത്തെ നാശങ്ങൾ ഉണ്ടാവും. പിന്നെ അവിടെ ബാക്കിയായി പോകുന്ന സ്ത്രീകൾ എന്ത് ചെയ്യും എന്നുള്ളതാണ്. ഈ യുദ്ധങ്ങൾ ഉണ്ടാവാൻ കാരണം എന്താന്ന് വല്ലതും അറിയാമോ ഷിനാദെ? എന്താ കാരണം? അത് ഈ മറ്റുള്ളവരുടെ സമ്പത്താണോ കാര്യം? അത് എന്തു അതിന്റെ മൂലകാരണം എന്തോ? അത് അവരിങ്ങോട്ട് വന്ന് ആക്രമിക്കാൻ വന്നോ? അതിന് വല്ല തെളിവ് വല്ലതും ഉണ്ടോ? ഞാൻ പറയാം. അതില് യുദ്ധങ്ങൾ പ്രധാനമായിട്ട് നടക്കുമ്പോൾ അതിലൊരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ, പിന്നെ ഒന്നിക്കൽ ഇങ്ങോട്ട് യുദ്ധം ചെയ്യാൻ പ്ലാൻ ചെയ്യും. ഇങ്ങോട്ട് യുദ്ധം ചെയ്യാൻ പ്ലാൻ ചെയ്യും. അപ്പോൾ എന്ത് ചെയ്യും? സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു യുദ്ധം നടക്കും. അല്ലെങ്കിൽ ഇങ്ങോട്ട് യുദ്ധത്തിന് തന്നെ വരും. അപ്പം അങ്ങനെ ഒരു യുദ്ധം നടക്കും. അപ്പം അങ്ങനെയാണ് യുദ്ധം നടക്കുന്നത് സ്വാഭാവികമായിട്ടും. ഞങ്ങളുടെ ഇത്രയും നാളത്തെ പഠിത്തം വെച്ച് ഇവിടുന്ന് അങ്ങോട്ട് പോയി ആക്രമിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്, നിങ്ങളുടെ ഗ്രന്ഥങ്ങൾ വെച്ച്. അതായത് നമുക്ക് അറിയത്തില്ലല്ലോ ഇതിനെ കുറിച്ച്. എനിക്ക് മാത്രം കേൾക്കാത്തതാണോ? അല്ല, സംസാരിക്കുന്നുണ്ട്, കേൾക്കുന്നില്ലേ? ഇപ്പൊ കേൾക്കാം. അതായത് ഷിനാദ് പറയുന്നത് മറ്റുള്ളവര് നമ്മുടെ മുഹമ്മദ് നബിയെ വന്ന് ആക്രമിച്ചപ്പം മുഹമ്മദ് നബി തിരിച്ചാക്രമിച്ചാണ്. അതായത് എനിക്കൊരു സംശയം, മറ്റുള്ളവരുടെ സമ്പത്ത് കണ്ടിട്ട് ഇനി മുഹമ്മദ് നബി അങ്ങോട്ട് ആക്രമിക്കാൻ പോയതാണോ? ഇല്ല, അതിലൊരു പ്രശ്നം എന്താ വെച്ചാൽ, സമ്പത്ത് കണ്ടിട്ട് ആക്രമിക്കണമെങ്കിൽ പ്രവാചകൻ ആ സമ്പത്തൊക്കെ ഉപയോഗിച്ചതായിട്ട് നമുക്ക് തെളിവ് വേണം. നമ്മൾ എവിടെയും പ്രവാചകൻ അത്രയും സമ്പത്ത് ആർഭാടമായി ഉപയോഗിച്ച ഒരു തെളിവും കാണുന്നില്ല. മരണപ്പെടുമ്പോൾ പോലും പ്രവാചകന്റെ പരിച ഒരു ജൂതന്റെ കയ്യിൽ പണയം വെച്ചിട്ട് അവിടുന്ന് ജീവിക്കാനുള്ള ചെറിയ അരി പോലും ഇങ്ങനെ വാടക, എന്താ പറയുക, പണയത്തിന് വാങ്ങിക്കുകയാണ്. ശരിക്കും വലിയൊരു നേതാവാണ്. അദ്ദേഹത്തിന് ഈ പറഞ്ഞ സമ്പത്തൊക്കെ എടുത്ത് ഉപയോഗിക്കായിരുന്നു, പക്ഷെ ഉപയോഗിക്കുന്നില്ല. അപ്പൊ സ്വാഭാവികമായിട്ട് സമ്പത്തിന് വേണ്ടിയാണ് യുദ്ധം ചെയ്തതെന്ന് പറയുന്നത് ശരിയാവില്ലല്ലോ. ഓക്കെ, എന്റെ പ്രിയ കൂട്ടുകാരെ, പാവം മുഹമ്മദ് അവസാനം പിച്ചക്കാരനായിട്ട് മരിച്ചെന്നാണോ പറയുന്നത്? അല്ല, നമ്മൾ അങ്ങനെ പിച്ചക്കാരൻ എന്നുള്ള വാക്കുകൾ ഉപയോഗിക്കുന്നത് അത്ര നല്ല ഒരു ശൈലിയായിട്ട് എനിക്ക് തോന്നുന്നില്ല. അല്ല, ശ്രീനാഥ് പറഞ്ഞത് ഒന്നുമില്ലാത്ത ആളിനെ ഒന്നുമില്ല, കടം മേടിച്ചും ജീവിക്കുന്ന ആൾക്കാർ എന്താ പറയുന്നത്? നമ്മള് സാമാന്യമായി സംസാരിക്കുകയാണെങ്കിൽ നല്ലതാണ്. കാരണം എല്ലാരും അല്ലല്ല, ഞാൻ ഈ ക്ലബിൽ നിങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളെ ഞാൻ വേണ്ടാത്ത പറഞ്ഞ എങ്ങനെ ഉണ്ടാവും?
നമ്മൾ വർത്താനം പറയുമ്പോൾ കുറച്ചും കൂടെ മാന്യമായി ഓക്കെ പറയലാണ് ഓക്കെ അതിന്റെ ഓക്കെ നല്ലത് ഓക്കെ. തന്നെയാണ്. അപ്പൊ വളരെയധികം പാവപ്പെട്ടവനായിരുന്നു, അത് പറയാമോ? അത് പറയാം, കാരണം റസൂൽ തന്നെ പറഞ്ഞിട്ടുണ്ട് എനിക്ക് പാവപ്പെട്ടവനായി ജീവിക്കുന്നതാണ് ഇഷ്ടം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാന് അതല്ലാതെ ഇങ്ങനെ ഒരുപാട് ഇനിയുള്ള എത്രത്തോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിവസങ്ങളിൽ ഞാൻ മുഹമ്മദ് വെറും പാവപ്പെട്ടവനായിരുന്നെന്ന് മാത്രമേ പറയത്തുള്ളൂ, അത് തെറ്റില്ലല്ലോ. നിങ്ങൾ മാന്യമായി സംസാരിച്ചാൽ എവിടെയും തെറ്റ് വരാനില്ലല്ലോ. ഓക്കെ ഓക്കെ. അപ്പം പാവപ്പെട്ട മുഹമ്മദ് അപ്പൊ 10-11 വിവാഹം കഴിച്ച ഈ പാവപ്പെട്ടവർ കഴിക്കാൻ പാടില്ലെന്ന് മുഹമ്മദ് തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ. മനസ്സിലായിട്ടില്ല, എങ്ങനെ? അതായത് നിനക്ക് സ്ത്രീകളെ പോറ്റുവാൻ കഴിവുണ്ടെങ്കിൽ നീ വേറെ ഒന്നിൽ കൂടുതൽ വിവാഹം കഴിക്കണമെന്നുണ്ട്, അതെ, നിക്ക ചെയ്യണമെന്ന്. വിവാഹമല്ല, നിക്ക. അപ്പം ഇത്രയും പാവപ്പെട്ട വ്യക്തി എന്തിനാണ് ഈ 11 നിക്ക ചെയ്തത്? 19 ചെയ്തെന്ന് വേറെ ആൾക്കാർ പറയുന്നു, 44 സ്ത്രീകളോടൊപ്പം പോയെന്ന് പറയുന്നു. ഇല്ല, എന്തായാലും അതൊക്കെ പറഞ്ഞോളൂ. അടിസ്ഥാനരഹിതമാണ്. 11 സ്ത്രീകളെയാണ് കല്യാണം കഴിച്ചിട്ടുള്ളത്, 44ഉം 19ഉം ഒക്കെ അടിസ്ഥാനരഹിതമാണ്. ഞാൻ ഇതുവരെ അതിനൊരു ചരിത്രരേഖ ഞാൻ ഇതുവരെ ആധികാരികമായി കണ്ടിട്ടില്ല. രണ്ടാമത്തെ വിഷയം, പ്രവാചകൻ ചെയ്ത വിവാഹങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അതിനൊക്കെ ഒന്നല്ലെങ്കിൽ മറ്റൊരു അർത്ഥം നമ്മൾ പലപ്പോഴും കാണുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് നിങ്ങൾ പറഞ്ഞ വിഷയം അതല്ലേനു. നിങ്ങൾ പറഞ്ഞത് സാമ്പത്തികമായി ഇല്ലാത്ത ഒരാൾ എന്തിനാണ് പിന്നെ കല്യാണം കഴിച്ചത്. പക്ഷെ പ്രവാചകൻ അവരെയൊക്കെ പിന്നെ എന്താ പറയുക, പ്രവാചകന്റെ വലിയൊരു ആർഭാടമല്ലെങ്കിലും നമ്മളെന്താ പറയുക, അടിസ്ഥാനപരമായ ബാധ്യതകൾ അല്ലെങ്കിൽ അടിസ്ഥാനപരമായ ചെലവൊക്കെ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ ആകുന്നെങ്കിൽ ഇപ്പം പാവപ്പെട്ട ഈ വ്യക്തിയാണെന്ന് നിങ്ങൾ പറയുകയും ചെയ്യുന്ന, അവസാനം ഉടുതുണി വരെ അതെന്താ വാള് വരെയും പണയം വെച്ചാണ് ജീവിച്ചെന്ന് പറയുന്നത്. അതുകൊണ്ടാണോ ഈ സുഖമില്ലാത്ത സമയത്ത് മരുന്നൊന്നും കിട്ടാതിരുന്നത്? അല്ല, അറിയാൻ വയ്യാത്തോണ്ട് ചോദിക്കാം കേട്ടോ. മരുന്നിന് പ്രത്യേകിച്ച് അങ്ങനെ ഒരു മരുന്നിന് ആവശ്യപ്പെടുകയോ എന്നെ ചികിത്സിക്കുമെന്ന് പറയുകയോ പ്രവാചകൻ ചെയ്തിട്ടില്ല. പനി ശക്തമായി, അപ്പം അങ്ങനെയാണ് റസൂലിന്റെ വഫാത്ത് സംഭവിക്കുന്നത്. പ്രവാചകന്മാരുടെ ശരീരം അഴുകുമോ? അഴുകൂല എന്നാണ്. അപ്പം മുഹമ്മദിന്റെ ശരീരം അഴുകിയിട്ടുണ്ടോ? ഇല്ല. ഓക്കെ ഓക്കെ. അപ്പം എന്തുകൊണ്ടാണ് കിടന്ന സ്ഥലത്ത് തന്നെ, അതായത് സുഖമില്ലാതെ കിടന്ന സ്ഥലത്ത് തന്നെ അടക്കം ചെയ്യാനുണ്ടായ കാരണം? അതെന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെയാണ് അടക്കം ചെയ്യേണ്ടത് എന്ന് സഹാബിമാർക്കിടയിൽ വലിയ ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായി. കാരണം ഇതൊക്കെ കാലം ഇത്രയും എന്തും പറഞ്ഞു തന്നത് പ്രവാചകനായിരുന്നു. പക്ഷെ പ്രവാചകൻ മരണപ്പെട്ടു, ഇനിയിപ്പം പറഞ്ഞു തരേണ്ട ആരാണ്? ആളുകളൊക്കെ ഒരു കൺഫ്യൂഷനിലൊക്കെ ആയ സമയത്ത് പ്രവാചകന്റെ ഏറ്റവും അടുത്ത അനുചരനാണ് അബൂബക്കർ സിദ്ദീഖ്. അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ പ്രവാചകനിൽ നിന്നും ഒരു ഹദീസ് കേട്ടിട്ടുണ്ട്, ഏത് പ്രവാചകന്മാരെയും പിന്നെ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ മരണപ്പെട്ട അവിടങ്ങളിലാണ് മറവ് ചെയ്യേണ്ടത് എന്ന് പറയുന്ന ഹദീസിന്റെ അടിസ്ഥാനത്തിലാണ് റസൂല് മരണപ്പെട്ട അതേ സ്ഥലത്ത് തന്നെ മറവ് ചെയ്തത്. ഉറച്ച വിശ്വാസം തന്നെയാണോ അത്? അതെ അതെ, അതാണ് എൻ്റെ ബോധ്യം, അത് തന്നെയാണ്. ഓക്കെ. ഞാൻ എന്നാൽ ഒരു ഹദീസിന്റെ ചില ഭാഗങ്ങൾ, ഹദീസല്ല, അതിനെക്കുറിച്ചൊരു വിവരണം കിട്ടിയിട്ടുണ്ട്. അത് എന്താണെന്നൊന്ന് വായിച്ചു നോക്കാം. അതിലിങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്: ഇസ്ലാം മുഹമ്മദ് നബിയുടെ ശരീരം ജീർണിക്കുകയായിരുന്നോ? ചോദിച്ചു 4 വർഷം 4 മാസം മുമ്പ്. ഒരു വ്യക്തിയുടെ അടുത്ത് ചോദിച്ചു. 1 വർഷം 5 മാസം മുമ്പ് പരിഷ്കരിച്ചു. ഒരു ഹദീസ് പ്രകാരം നബി പറഞ്ഞു, തീർച്ചയായും പ്രവാചകന്മാരുടെ ശരീരം ഭക്ഷിക്കുന്നതിൽ നിന്ന് അള്ളാഹു ഭൂമിയെ നിരോധിച്ചിരിക്കുന്നു. ശരിയാണോ? സുനൻ അബി ദാവൂദ് 10:47, സുനൻ അൽ നസായി 13:74, സുനൻ ഇബ്നു മജ 16:36. വിരുദ്ധമായ ഒരു റിപ്പോർട്ട് ഞാൻ ഇവിടെ കണ്ടെത്തി. മുഹമ്മദ് നബിയുടെ പ്രതി സഹോദരനായ അൽ അബ്ബാസ് മുഹമ്മദ് നബിയുടെ മരണശേഷം കബറടക്കുന്നതിന് മുമ്പ് മുഹമ്മദിന്റെ മുറിയിൽ പ്രവേശിച്ചു. അദ്ദേഹത്തിന്റെ മൃതദേഹം 3 ദിവസം അവിടെ തന്നെ കിടന്നു.
കാരണം ആളുകൾ അദ്ദേഹത്തെ അടക്കം ചെയ്യാൻ തിരക്കിലായിരുന്നു. എല്ലാവരും തർക്കങ്ങളിൽ ഏർപ്പെട്ടിരുന്നു. അപ്പൊ സിനാദ്, എന്തായിരിക്കും അവിടുത്തെ തർക്കം? അതൊന്ന് പറയാമോ? അതിനുശേഷം ഞാൻ താഴോട്ട് അത് വായിക്കാം. ഓക്കെ, പൊതുവിൽ ഞാൻ കേൾക്കാറുള്ള മറ്റൊരു ഇതാണ് റസൂലിന്റെ പിന്നെ പിന്നെ ശരീരം 3 ദിവസത്തിന് മറവ്. അതെന്താ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അടുക്ക് നടന്ന തർക്കത്തെ കുറിച്ചും പറയാം. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, റസൂൽ മരണപ്പെട്ടതോടുകൂടി മുസ്ലിം സമൂഹം വലിയൊരു പ്രതിസന്ധിയിൽ. എന്താണ് കാരണം? എല്ലാം പറഞ്ഞു കൊടുത്ത റസൂലാണ്. റസൂൽ മരണപ്പെട്ടതോടുകൂടി പിന്നെ ഇത്രയും വലിയൊരു കേസ് എന്താണ് ചെയ്യേണ്ടതെന്ന് പറയാൻ ആരുമില്ല. അപ്പോൾ എല്ലാവരും വലിയൊരു അങ്കലാപ്പിലാണ്. റസൂൽ മരണപ്പെട്ടു, അത് മരണപ്പെട്ടത് സ്ഥിരീകരിക്കാൻ തന്നെ വളരെ ഏറെ സമയം എടുത്തിട്ടാണ് ചില ഉമറിനെ കുറിച്ചൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, മരണപ്പെട്ടില്ല എന്നൊക്കെ പറയുന്നത് സ്നേഹം കൊണ്ടാണ്. പക്ഷെ അത് സ്ഥിരീകരിക്കാൻ വലിയൊരു ടൈം എടുത്തു. അതിനപ്പുറത്തേക്ക് പിന്നെ കുളിപ്പിക്കേണ്ടത് എങ്ങനെയാണ് എന്നതിൽ വലിയൊരു ചർച്ചയുണ്ടായി. അതും കുറെ കഴിഞ്ഞിട്ടാണ് അതിനൊരു തീരുമാനമാകുന്നത്. അതും ഹദീസിലൊക്കെ പറയുന്നുണ്ട്. പിന്നെയാണ് ഈ പറഞ്ഞ ഈ ഒരു വിഷയം, നമ്മളെ ഈ ഖിലാഫത്തുമായി ബന്ധപ്പെട്ട ഒരു വിഷയം ഉണ്ടാകുന്നത്. പിന്നെ അങ്ങനെയൊക്കെയാണ്, അതൊക്കെ കഴിഞ്ഞിട്ടാണ്. പക്ഷെ ഇത് തർക്കം കൊണ്ടാണ് ഈ പറഞ്ഞ എന്താ പറയാ ശരീരത്തെ മറവ് ചെയ്യാൻ പിന്തിച്ചത് എന്ന് പറയാൻ കഴിയില്ല. കാരണം തർക്കം ഒരു വശത്തും, പിന്നെ നമ്മുടെ ഈ ശരീരവുമായി ബന്ധപ്പെട്ട ശേഷക്രിയകൾ മറുവശത്തും നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിനുവേണ്ടി ഇത് പോസ്റ്റ് ചെയ്തു എന്ന് എവിടെയും ചരിത്രത്തിൽ പറയുന്നില്ല. അതൊരു ഭാഗത്തും ഇതൊരു ഭാഗത്തുമാണ് നടക്കുന്നത് എന്നുള്ളതാണ്. മാത്രമല്ല, നമ്മുടെ പ്രവാചകന്റെ മേൽ നമസ്കരിക്കും. നമ്മൾ ഈ മരിച്ചാൽ നമസ്കരിക്കുമല്ലോ. ആ നമസ്കാരം സാധാരണ നമ്മുടെ ഇന്നത്തെ രീതിയിൽ നടക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പള്ളിയിൽ കൂട്ടത്തോടെയാണ് നടക്കുക. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, പ്രവാചകൻ മരിച്ചതോടുകൂടി ആരാവണം ഇനി ഈ പ്രവാചകന്റെ നമസ്കാരത്തിന് നേതൃത്വം കൊടുക്കേണ്ടത്, അതൊന്നും തീരുമാനിക്കപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ എല്ലാവരും ഒറ്റക്ക് വന്നാണ് നിസ്കരിച്ചത്. അപ്പൊ ഇത്രയും ആളുകൾ ഒറ്റക്ക് വന്ന് നിസ്കരിക്കുന്നു, ഇറങ്ങുന്നു, ഒറ്റക്ക് വന്ന് ഇത്രയും വലിയൊരു സമയം, ഇത്രയും വലിയൊരു കൊള്ളാന്ന് പറഞ്ഞാൽ ഇത്രയും വലിയൊരു സമയം പിന്നെ നമസ്കരിക്കാൻ തന്നെ പോവാണ്. അപ്പൊ ഇതാണ് അതിന്റെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു സംഭവങ്ങൾ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, അപ്പൊ ഞാൻ ആ വാക്യം കൂടെ ഇതാക്കാം. എല്ലാവരും തർക്കങ്ങളിൽ ഏർപ്പെട്ടിരുന്നു. അദ്ദേഹത്തിന്റെ പിൻഗാമിയായി യത്രീബിന്റെ ഭരണാധികാരിയെ ഖലീഫയെ തെരഞ്ഞെടുപ്പാനുള്ള അൽ തഗീഫ കൗൺസിൽ അൽ അബ്ബാസ് മുറിയിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ അവൻ തന്റെ മൂക്കിലേക്ക് കൈകൾ വെച്ചു പുറത്ത് തടിച്ചുകൂടിയവരോട് പറഞ്ഞു, നിങ്ങളുടെ സുഹൃത്ത് മുഹമ്മദിനെ വേഗത്തിൽ അടക്കം ചെയ്യുക. അവന്റെ ശരീരം മറ്റു മനുഷ്യരെ പോലെ ജീർണിക്കാൻ തുടങ്ങി. മൂലധന പ്രാധാന്യം. ഈ വിശുദ്ധ ഹദീസ് എവിടെ കിട്ടും? ലിങ്ക് ഒരു ഉറവിടം നൽകുന്നില്ല. ചില ഇസ്ലാം വിരുദ്ധർ ഇത് ഉപയോഗിച്ച് മൃതദേഹം ജീർണിക്കുന്നില്ലെന്ന് പ്രവാചകൻ മുഹമ്മദ് നബി പറഞ്ഞു. എനിക്ക് സഹായം ആവശ്യമാണ്. ഇത് എവിടെ കണ്ടെത്താനാകും? അത് ആധികാരികമാണോ? ഹദീസിന്റെ ഉറവിടം തിരിച്ചറിയാൻ ആധികാരികത റെഫറൻസ് അഭ്യർത്ഥന പങ്കിടുക. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ അതാ ഈ ചോദ്യം മെച്ചപ്പെടുത്തുക, പിന്തുടരുക. 2019 ഒക്ടോബർ 9 13:22 എഡിറ്റ് ചെയ്തത്. മെഡി വൺ സൈഫിന്റെ ഉപയോക്ത അവതാരകർ മെഡി വൺ സൈഫ് 45. നമ്മളൊരു സൗഹൃദ സംഭാഷണം എന്ന നിലക്ക് കുറച്ച് സംസാരിച്ചോട്ടെ. അച്ഛൻ ബ്രദറും അല്ലേ ഉള്ളൂ. നിങ്ങൾ എങ്ങനെ ഇസ്ലാമിനെ പൊതുവെ എന്ത് ബേസ് വെച്ചിട്ടാണ് നിങ്ങൾ പഠിക്കാറുള്ളത്? ഖുർആനാണോ പഠിക്കാറുള്ളത്? ഹദീസാണോ? എന്ത് വെച്ചിട്ട് നിങ്ങൾ പഠിക്കാറുള്ളത്? ഞാന് ഈ പഠിക്കുന്നത് ആദ്യം വിശ്വാസികളോട് ചോദിച്ച് പഠിക്കുകയായിരുന്നു എൻ്റെ സ്വഭാവം. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ മുഹമ്മദ് പറഞ്ഞതായ അള്ളാഹു ഒരു സൃഷ്ടാവാണോ അല്ലയോ എന്നുള്ളതിനെ കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരുന്നത്. അന്ന് ഞാൻ ചോദിക്കുന്ന സമയങ്ങളിൽ എൻ്റെ പ്രിയ കൂട്ടുകാർക്ക് ആർക്കും അതിന് ഉത്തരം തരാൻ കഴിയാതെ വന്നു. അപ്പൊ ഒരു വ്യക്തി പറഞ്ഞു, നിങ്ങളുടെ യേശുക്രിസ്തു തന്നെയാണ് ഞങ്ങളുടെ ഈസ എന്ന് പറഞ്ഞു. നിങ്ങൾക്ക് 19-ാം അധ്യായം വായിച്ചു നോക്കാൻ പറഞ്ഞു. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? ഞാൻ ആ 19-ാം അധ്യായം വേണ്ട, നിങ്ങൾ തന്നെ പറയാൻ പറഞ്ഞു. ആ കൂട്ടുകാരനോട് പറഞ്ഞു, നിങ്ങൾ തന്നെ പറഞ്ഞതാ, ഞാൻ അത് കേട്ടോളാം. അല്ലല്ല, ഖുർആന്റെ 19-ാം അധ്യായം വായിക്കാൻ നിർബന്ധിച്ച് വായിപ്പിക്കുകയായിരുന്നു. അപ്പൊ ഞാൻ വായിച്ചു കഴിഞ്ഞ ആ സമയത്ത് ഞാൻ തീരുമാനിച്ചു, ഈ ഈസയും യേശുവുമായി യാതൊരു ബന്ധവുമില്ല. ഈ
ഈസ എന്നുള്ള ഒരു ഡ്യൂപ്ലിക്കേറ്റ് ആണ്. പക്ഷെ യഥാർത്ഥ 500 നോട്ടും ഒരു ഡ്യൂപ്ലിക്കേറ്റ് 500 നോട്ടും ഇത് തമ്മിലുള്ള വില മാത്രമേ ഈ ഈസയ്ക്കുള്ളൂ എന്നുള്ളത്. അതായത് ഡ്യൂപ്ലിക്കേറ്റ് നോട്ടിന്റെ വില എത്രയുണ്ടോ അത്രയും മാത്രമേ ഉള്ളൂ എന്ന് ഞാൻ തീരുമാനിച്ചു. അന്ന് കാരണം അവരോട് ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ അവർക്ക് മറുപടിയില്ല. അങ്ങനെ എന്നെ എന്ത് ചെയ്തു, ആ റൂമിൽ നിന്നും എന്നെ റിമൂവ് ചെയ്തു. അടുത്ത റൂമിലേക്ക് എന്നെ ഒരു വ്യക്തി ആഡ് ചെയ്തു. അതിൽ അബ്ദുള്ള എന്ന് പറയുന്ന എൻ്റെ ഒരു കൂട്ടുകാരൻ പറഞ്ഞു, അച്ഛൻ കുഞ്ഞ ഒരു കാര്യം ചെയ്യ്, 90 പേജ് വായിച്ചാൽ, ഖുറാന്റെ വായിച്ചു കഴിഞ്ഞാൽ അച്ഛൻ കുഞ്ഞിന് ഏറെയൊക്കെ ഒരു അറിവ് കിട്ടുമെന്ന് പറഞ്ഞു. അതായത് ഇസ്ലാമിനെ കുറിച്ചൊരു അറിവ് കിട്ടുമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ വേണ്ട സ്നേഹിതൻ, നിങ്ങൾ തന്നെ പറ, ഞാനത് കേട്ട് പഠിച്ചോളാം. ഈ വായനശീലം കുറവായത് കൊണ്ട് ഞാൻ കേട്ട് പഠിച്ചോളാം എന്ന് പറയും. ഞാൻ വായിക്കുന്നത് ബൈബിൾ മാത്രമേ വായിക്കത്തുള്ളൂ. അങ്ങനെ പറഞ്ഞ് നിർബന്ധിച്ച് അച്ഛൻ കുഞ്ഞൊന്ന് വായിക്കാൻ പറഞ്ഞു. ഇസ്ലാമിനെ കുറിച്ച് വ്യക്തമായിട്ട് അറിവ് കിട്ടുമെന്ന് പറഞ്ഞു. ഞാൻ 90 പേജ് വായിക്കാൻ പറഞ്ഞു കൊടുത്ത് 6-ാം അധ്യായം വരെ ഞാൻ വായിച്ചു. 2-ാം അധ്യായം വായിച്ചപ്പോ തന്നെ എനിക്കൊന്ന് മനസ്സിലായി, ഇതിന് തുമ്പും വാലും അല്ല തലയും വാലും ഇല്ല എന്ന് മനസ്സിലായി. ഇത് വെച്ചിട്ട് ഞാൻ അനേകം ക്വസ്റ്റ്യൻ ചോദിച്ചു. അതിൽ ഏറ്റവും പ്രബലമായ ക്വസ്റ്റ്യൻ 2ആയിരുന്നു. ഒന്ന് 93-ാമത്തെ വാക്യം, അതായത് ആയത്ത്. ആ വാക്യത്തിനകത്ത് പർവ്വതത്തെ ഉയർത്തി എന്നൊരു ഭാഗം കണ്ടു. അപ്പൊ ഞാൻ അവരുടെ അടുത്ത് ചോദിച്ചു, ഏത് പർവ്വതത്തെയാണ്? ബ്രദറിനെ ഇപ്പം ജോയിൻ ചെയ്യാട്ടോ, ഞാൻ ഇപ്പം ജോയിൻ ചെയ്യാട്ടോ. ഓക്കെ 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 ഓക്കെ, പോയിട്ട് വരും. അവൻ എന്തോ മണത്തു, എങ്ങോട്ടോ ആണ് കയറി പോകുന്നത് അവന് മനസ്സിലായി. അല്ല, അടുത്തതും കൂടെ പറയുമ്പോഴത്തേക്ക് ഏറെക്കുറെ മനസ്സിലാവും. ഇത് പറഞ്ഞു കഴിഞ്ഞിട്ട് അടുത്ത ഒരു ഭാഗം എടുക്കാനുണ്ട്. അവന് പക്ഷെ നല്ല മാന്യമായിട്ട് സംസാരിക്കുന്നുണ്ടായിരുന്നു പുള്ളി. കുറച്ചേരം കൂടെ ഇരുന്നെങ്കിൽ അല്ല, ഞാനത് കളിയാക്കാൻ വേണ്ടിയിട്ടല്ല സഹോദരൻ, ഞാൻ കളിയാക്കാൻ വേണ്ടിയിട്ടില്ല. സത്യമായിട്ട് ഞാൻ സത്യസന്ധമായി പറഞ്ഞതാ. അല്ല, അത് അവർക്ക് മനസ്സിലാവത്തില്ലെന്നേ. ഇവര് കാണുന്നത് ഇപ്പൊ പുള്ളി ചോദിച്ച ചോദ്യം കേട്ടോ, നിങ്ങൾ ഇസ്ലാമിനെ ഏത് ബേസിലാണ് നിങ്ങൾ ഇങ്ങനെ പഠിക്കുന്നത്, എന്തർത്ഥത്തിലാണ് നിങ്ങൾ പഠിക്കുന്നത്? ഇതൊരു അർത്ഥവും ഇല്ലെന്നുള്ളത് നമുക്ക് മനസ്സിലായെന്നുള്ളത് ഈ മനുഷ്യന് മനസ്സിലാവണ്ടേ? പുള്ളി പറഞ്ഞതുപോലെ പരിഹസിക്കാൻ പാടില്ല, ശരി തന്നെയാണ്. അത് ചില സമയങ്ങളിൽ ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്നതല്ല, ആവേശം മൂത്ത് പലരും പലതും പറയാറുണ്ട്. പക്ഷെ നമ്മൾ ഈ കുറച്ചുകൂടെ സമാധാനപ്പെട്ട്, ഇന്ന് മെഹറിഷ് വലിയ സമാധാന പുരുഷനായിരുന്നു, കണ്ടായിരുന്നോ? ശ്രദ്ധിച്ചായിരുന്നോ? തീർച്ചയായിട്ടും വളരെ ശാന്തമായിട്ടിരുന്ന് കേൾക്കുകയും പ്രാർത്ഥന സമയത്ത് ഇറങ്ങിപ്പോകുന്ന മെഹരീഷ് പ്രാർത്ഥന സമയത്ത് അവിടെ ഇരിക്കുകയായിരുന്നു. ഞാൻ അന്തം വിട്ടു കേട്ടോ. സാധാരണ 3:30 ആയപ്പോഴത്തേക്ക് നിർത്തണം. എന്റെ ഫോണിൽ 2% ഉള്ളു. അപ്പൊ ഞാൻ ഒരടി പ്രതീക്ഷിച്ചു. പക്ഷെ മെഹ്റിഷ് മിണ്ടാതെ ഇരുന്ന് കേട്ടു, ചോദിച്ചുള്ള മറുപടി കേട്ടു, മിണ്ടിയില്ല. അപ്പൊ നമുക്ക് ക്ലോസ് ചെയ്യാൻ സമയമായെന്ന് പറഞ്ഞു. പ്രാർത്ഥിച്ച് കഴിഞ്ഞ് ക്ലോസ് ചെയ്യുന്നത് വരെയും മറ്റേ ക്രൈസ്റ്റ് ബ്രദർ ആണെന്ന് തോന്നുന്നു, എനിക്ക് കറക്റ്റ് ഒരു ഓർമ്മയില്ല. അതെ, പ്രാർത്ഥിച്ച് നിർത്തുന്നത് വരെ പ്രാർത്ഥിച്ച് നിർത്തുന്നവരെയും മിണ്ടാതെ മൗനമായിട്ട് ഇരുന്നു. ഇതുപോലത്തെ ആൾക്കാർ വന്ന് നമ്മൾ മാന്യമായി സംസാരിച്ച് കൃത്യമായ മറുപടി. പക്ഷെ ഈ ഇപ്പൊ നമ്മളെ യേശുക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞ് നമ്മൾ ആരെങ്കിലും വൈകാരികമായിട്ട് എടുത്തു ചാടി ഓടുന്നുണ്ടോ? നിങ്ങൾ മാന്യമായി ഇരുന്ന് കേട്ടാൽ നമ്മൾ മാന്യമായ മറുപടി തരും. ശരി, ഒരു മറുപടി കേട്ടിട്ട് പിന്നെയും അത് അങ്ങനെയല്ലോ ഇങ്ങനെയാണല്ലോ എന്ന് 50,000 ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോഴാണ് ഇവിടെ ഇരിക്കുന്നവർക്കെല്ലാം പാടെ നമ്മൾ അങ്ങോട്ട് അവരുടെ ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യന് മറുപടി കൊടുക്കാൻ വേണ്ടി അവരെ നമ്മൾ ചോദ്യം ചെയ്തോടാണത്. ഇവരുടെ ബുക്കിനെ ചോദ്യം ചെയ്യാൻ പാടില്ല. അതാണ് ഇവരുടെ അഖിലിത നിയമം എന്ന് പറയുന്നത്, അല്ലേ? അപ്പൊ അതാണ് ഇവരുടെ ഒരു ശൈലി, ഇവരുടെ ബുക്കിനെ ചോദ്യം ചെയ്യാൻ പാടില്ല. അപ്പൊ ഞാനത് ആ ഭാഗം നേരത്തെ പറഞ്ഞത് അഴുകുകയില്ല എന്ന് പറഞ്ഞിരുന്ന ഭാഗം, അതായത് എന്നിട്ട് അവരിൽപ്പെട്ട ഒരു വ്യക്തി തന്നെയാണ് വിളിച്ചു പറയുന്നത്, ഇത് അഴുകാൻ തുടങ്ങി, നിങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ എന്ന് വിളിച്ച് ചോദിച്ചത്. അപ്പൊ അത് അവിടെ തെളിവാണ് അതിനകത്തുള്ളത്. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞു വന്നത്, അപ്പം 2-ാമത്തെ അധ്യായം വായിച്ചു ഒരു ക്വസ്റ്റ്യൻ. അപ്പൊ എന്റെ പല ക്വസ്റ്റ്യനും ചോദിച്ചിരുന്നു. അവരെല്ലാം ഓരോന്നിനെ എനിക്ക് മറുപടി തന്നു. പക്ഷെ ചില ഓർക്കുവാൻ പറഞ്ഞതൊന്നും എനിക്ക് അത് അവരെ ചോദിച്ചാൽ അവർക്ക് അറിയത്തില്ല എന്താ ഓർക്കാനുള്ളത്. എന്തായാലും അടുത്തൊരു ക്വസ്റ്റ്യൻ ഞാൻ ചോദിച്ചു. ഈ പർവ്വതത്തെ ഉയർത്തിയെന്ന് പറഞ്ഞ് 93 കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഏത് പർവ്വതമാണ്, എവിടാണ്, ആരാണ് ഉയർത്തിയെന്ന് ചോദിച്ചു. ചോദ്യങ്ങൾ ചോദിച്ചപ്പോ അവര് അതാ ഇതാന്നൊക്കെ പറഞ്ഞങ്ങനെ നിന്ന് അവസാനം ഞാൻ 249 50 അതായത് അതിന്റെ വാക്യം ചോദിച്ചു. അതായത്
286 വാക്യങ്ങളുള്ള രണ്ടാം അധ്യായത്തില് 249, 50 ഞാൻ ചോദിച്ചു. അതായത് ഗോലിയാത്തും ദാവീദിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പം ഈ വെള്ളം കൊണ്ട് പരീക്ഷണം നടത്തിയെന്ന ഭാഗം ഇങ്ങനെ വന്നപ്പോഴത്തേക്ക് ഞാൻ ചോദിച്ചു. അവർക്ക് ആർക്കും ഉത്തരവില്ലാഞ്ഞിട്ട് എന്നെ അപ്പോഴേ റിമൂവ് ചെയ്തു. റിമൂവ് ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി പോയടാ. ഇത് നമ്മൾ വഴക്ക് പറഞ്ഞില്ല, ഒന്നും പറഞ്ഞില്ല. ഞാൻ സ്നേഹത്തോട് ഇപ്പൊ എങ്ങനെയാണ് സംസാരിക്കുന്നത് അതുപോലെ തന്നെയാണ് അവരുടെ അടുത്ത് സംസാരിക്കുന്നത്, വളരെ സ്നേഹത്തോടു കൂടി. അത് കഴിഞ്ഞപ്പോൾ എനിക്ക് വിഷമമായിട്ട് എനിക്ക് എന്താ ചെയ്യണമെന്ന് അറിയത്തില്ല. എന്നെ എല്ലാ റൂമിൽ നിന്നും, ഇസ്ലാമിക റൂമുകളിൽ നിന്നും എന്നെ റിമൂവ് ചെയ്ത് വിടുക എന്റെ ചോദ്യം കേട്ടിട്ട്. അവസാനം അവർ പറയുന്നത് അച്ഛൻ കുഞ്ഞ് പഠിക്കാനല്ലെന്ന്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ സ്വന്തമായി എനിക്ക് അറിഞ്ഞ കാര്യങ്ങൾ, അപ്പൊ ഞാനൊരു റൂം ക്രിയേറ്റ് ചെയ്തു. ഞാൻ അറിഞ്ഞ ഇസ്ലാം. അപ്പൊ അവരുടെ പള്ളിയുടെ ഒരു ഫോട്ടോ ഒക്കെ കൊടുത്ത് ഇതൊക്കെ കണ്ടപ്പോഴത്തേക്ക് ഓരോരുത്തർ വരാൻ തുടങ്ങി. അവരൊക്കെ വിചാരിച്ചത് ഇതേതോ ഇസ്ലാം നടത്തുന്ന ഏതാ, ഞാൻ അത് എന്റെ ഡി പിയിൽ ഇടാം. അപ്പൊ എന്ത് ചെയ്തു, ആരോ വിചാരിച്ചത് ഇസ്ലാം നടത്തുന്നതാന്ന് വിചാരിച്ചിട്ട് പലരും വന്ന് ചോദ്യം ചോദിക്കാൻ തുടങ്ങി. അവസാനം വന്നപ്പോഴത്തെ അവർ പറയാൻ തുടങ്ങി, അച്ഛൻ കുഞ്ഞ് ഇതുപോലെ ഇത് നമ്മളെ കളിയാക്കാൻ വേണ്ടി ഇട്ടിരിക്കുകയാണ്. നമ്മൾ ആരും ഒരു വാക്ക് പോലും പറയുന്നില്ല, എന്നിട്ടാണ് അവർ അത് പറഞ്ഞത്. അങ്ങനെ ഞാൻ അവിടെ നിന്നിട്ട് അത് ഇട്ടുടനെ മുഹമ്മദിനെ വിളിച്ചു, നമ്മുടെ മുഹമ്മദ് ഈസയെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, ഞാൻ റൂം ക്രിയേറ്റ് ചെയ്തുകൊണ്ട് മുഹമ്മദ് ഈസ വാ, നമുക്ക് രണ്ടുപേരും കൂടെ സംസാരിക്കാം, എനിക്കിത് പഠിക്കാൻ വളരെ ആഗ്രഹമുണ്ട്. അത് പറഞ്ഞ ഉടനെ മുഹമ്മദ് ഈസ എൻ്റെ അടുത്ത് പറയുകയാണ്, നീ ഒരു ചീള് കേസാണ്. കാരണം ഈ മുഹമ്മദ് ഈസ എനിക്ക് തോന്നുന്നു നമ്മുടെ റൂമിലൊക്കെ വന്നിരുന്നിട്ടുണ്ടെന്ന്. അപ്പൊ ചീള് കേസാന്ന് പറഞ്ഞു. അപ്പൊ ചീള് കേസിനായപ്പോ ഞാൻ പറഞ്ഞു, അത് അങ്ങനല്ല, എനിക്ക് പഠിക്കാൻ വേണ്ടി, നിങ്ങള് ക്രൈസ്തവ വിട്ടിട്ട് ഇസ്ലാം മതം സ്വീകരിച്ചതല്ലേ, അപ്പൊ എന്തുകൊണ്ട് നിങ്ങൾ വന്നാൽ നമുക്ക് പഠിക്കാൻ ഒക്കും എന്നൊക്കെ പറഞ്ഞ് അയാൾ അത് കേട്ടില്ല. എന്നിട്ട് ഇപ്പൊ കിടന്ന് കരയുകയാണ് മുഹമ്മദ് ഈസ. അയ്യോ അച്ഛൻ കുഞ്ഞിന്റെ ഇക്കുപ്പാക്ക് എന്തൊക്കെ പറയുന്ന കേൾക്കാം, നിങ്ങള് പോകരുത്, അങ്ങനാണ് ഇങ്ങനാണ് അതായതാന്നൊക്കെ പറഞ്ഞിട്ട്. ഇതാ എന്റെ റൂമിന്റെ ചിഹ്നം ഇങ്ങനാണ്. ഇത് കണ്ട ഉടനെ ഞാൻ അറിഞ്ഞ ഇസ്ലാം, ഇത് കണ്ട ഉടനെയാണ് എല്ലാവരും ആ റൂമിലേക്ക് കടന്നു വരുന്നത്. അവസാനം നോക്കുമ്പോ എന്റെ ചോദ്യം കേട്ട് ഓരോരുത്തർ ഇറങ്ങിപ്പോകാൻ തുടങ്ങി. പിന്നെ ഒരാള് ഷാഗിം എന്ന് പറഞ്ഞ അവര് എല്ലാവരും ഇസ്ലാം വിശ്വാസികളെല്ലാം വരുന്ന കൂട്ടുകാരെല്ലാം വിളിക്കുന്നത് സാർ എന്നാ, ഷാഗിം സാർ. എന്റെ റൂമിൽ വന്നിട്ട് പറഞ്ഞ്, ഞാൻ അച്ഛന്മാരുടെയും പാസ്റ്റർമാരുടെയൊക്കെ മുണ്ടുകൾ അഴിപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ വിചാരിച്ച് അത്ര അറിവുള്ള ആളായിരിക്കും. എന്നാ സംസാരിച്ചു തുടങ്ങി. അപ്പൊ ഞാൻ പറഞ്ഞ് ഷാഗിമിന്റെ അടുത്ത് പറഞ്ഞ്, കൂട്ടുകാരെ ഞാൻ പാന്റാണ് ഇട്ടിരിക്കുന്നത്, പാന്റാകുമ്പോ പെട്ടെന്ന് നിങ്ങൾ അഴിപ്പീര് നടക്കത്തില്ല, ബെൽറ്റൊക്കെ ഇട്ട് മുറുക്കി വെച്ചിരിക്കുകയാണല്ലോ, അപ്പം അത് ഊരാൻ കുറച്ച് മുട്ടേണ്ടി വരും, അതുകൊണ്ട് നമുക്ക് തുടങ്ങാന്ന് പറഞ്ഞു. നിങ്ങൾ ഈ മുഹമ്മദ് നബിയുടെ പാരമ്പര്യം ഒന്ന് പറഞ്ഞു തരാമെന്ന് ചോദിച്ചു. അതിനെന്താ, ഞാൻ ഇപ്പൊ പറയാന്ന് പറഞ്ഞു. അടുത്ത ദിവസം ഞാൻ പറയാന്ന്, പിന്നെ ആളിനെ കണ്ടിട്ടില്ല. അതായത് ഇസ്മായിലിന്റെ പാരമ്പര്യം വന്ന് തുടങ്ങി മുഹമ്മദിന്റെ നബിയുടെ പാരമ്പര്യം പറയാൻ വന്നപ്പോഴത്തേക്ക് പിന്നെ ആളിനെ കിട്ടിയിട്ടില്ല. ഇന്നും എനിക്ക് അറിയത്തില്ല കേട്ടോ.